കാരണം ഞാൻ ഇത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് നിങ്ങളോട് പറയാം. ഇങ്ങനെ ഇടവിട്ട് 7 ദിവസം നമ്മളിത് പുരട്ടുന്നത് കൊണ്ട് അതിന്റെ മാറ്റം നല്ല പോലെ നമ്മുടെ മുഖത്ത് അറിയാം. 2 വയസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എന്ത് എന്ന് അങ്ങനെയല്ല. ഇങ്ങനെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ അല്ലേ. ഏത് തിരക്കുണ്ടെങ്കിലും 50 വയസ്സിന് ശേഷം നമ്മൾ സ്കിൻ കെയർ നല്ല പോലെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാല് ഇപ്പൊ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തെ ചർമ്മം ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. എന്റെ മുഖത്ത് അങ്ങനെ ചുളിവുകളൊന്നുമില്ല. എന്റെ പ്രായമുള്ള കൂട്ടുകാരികൾ, എന്റെ സമപ്രായമുള്ള ആളുകളെല്ലാം ഇത് ചാനലിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഇത് കാണിക്കുന്നത്. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ വന്നിരിക്കുന്നത് 50+ സ്കിൻ കെയറിനെ കുറിച്ച് പറയാൻ. അപ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബർ എഴുതി ചോദിച്ചായിരുന്നു 50 വയസ്സിന് ശേഷം മുഖത്ത് വരുന്ന ചുളിവുകൾ എങ്ങനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എന്റെ മുഖം കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ വലിയ ചുളിവുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇപ്പോൾ എന്റെ മുഖത്തെ ചുളിവുകൾ എങ്ങനെ മാറ്റിയെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വലിയ വലിയ ചുളിവുകൾ ഉള്ള ഇതിൽ പോയി ബോട്ടോക്സ് ചെയ്യുക അങ്ങനെ നമ്മൾക്ക് അത് പണച്ചെലവുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്, അതായത് എന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഏത് തിരക്കുണ്ടെങ്കിലും 50 വയസ്സിന് ശേഷം നമ്മൾ സ്കിൻ കെയർ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും കിച്ചൺ ജോലി ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരും പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുഖം സ്കിൻ കെയർ ചെയ്യാൻ നമ്മൾ മറന്നു പോകും. ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കും. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത്. നമ്മൾ സ്കിൻ കെയറിന് എപ്പോഴും പ്രാധാന്യം നമ്മൾ 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ കൊടുക്കണം. നമ്മളിൽ പല സ്ത്രീകളും സത്യം പറഞ്ഞാല് ഡെയിലി പോലും കണ്ണാടി നോക്കാൻ മറന്നു പോണവരാണ്. കാരണം നമുക്കതിന് നേരം കിട്ടാറില്ല. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ തിരക്കുള്ള നമുക്ക് കൂടുതലും കിച്ചണിലെ ജോലിയും മറ്റു പല പ്രശ്നങ്ങളിലും പെട്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ 50 വയസ്സിന് ശേഷമാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പ്രായം നിലനിർത്തി പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ നോക്കും. ഞാൻ മുമ്പൊരിക്കല് നിങ്ങൾക്ക് ഒലയും പിന്നെ റെറ്റിനോളും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ അത് പോയി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഞാനപ്പോ എന്റെ മുഖത്ത് ചുളിവുകൾ, ഒരു പരിധി വരെയുള്ള ചുളിവുകൾ എങ്ങനെ മാറ്റി എന്നുള്ളതാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം, ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം. ഉപയോഗിച്ച് നോക്കി ഞാൻ മറ്റേ ആദ്യം കാണിച്ച അതേപോലെ തന്നെ അതിനൊപ്പം നിൽക്കുന്ന തന്നെ ഒരു ക്രീമാണ്. ഇതിനും അതേപോലെ തന്നെയുള്ള റിസൾട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സമപ്രായമുള്ള വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാം എന്റെ അതേ ഏജിലുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടട്ടെ എന്ന കരുതിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പെരട്ടി എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഇതിന്റെ റിസൾട്ട് എന്റെ മുഖത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ മനസ്സോട് വിചാരിച്ച് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തണം, നിങ്ങൾക്കും കൂടി ഇത് ഉപകാരപ്പെടണമെന്ന്. ഞാനല്ല നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ കണ്ണാടി നോക്കാറില്ല, നമ്മുടെ മുഖത്തെ ചുളിവുകൾ ശ്രദ്ധിക്കുമ്പോഴുള്ള പ്രായങ്ങളിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന തിരക്കിലും ജോലി തിരക്കിലും എല്ലാം നമ്മൾ പെട്ട് പിന്നെ ആകട്ടെ നാളെ ആകട്ടെ എന്നുള്ള വിധത്തിൽ പോയി നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകല് വളരെ കുറവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇറങ്ങിയ പിന്നെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഈ പ്രായത്തും നമുക്ക് അത്യാവശ്യം സുന്ദരിയായിട്ടിരിക്കാൻ പറ്റും. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല ബ്യൂട്ടിഫുള്ളുമായിട്ട് നമുക്കും ഇരിക്കാൻ പറ്റും. അത്ര വലിയ വില പിടിച്ച സാധനങ്ങളൊന്നുമല്ല, നമുക്കുള്ള ബഡ്ജറ്റിനനുസരിച്ച് മേടിച്ചാൽ അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ ഇപ്പൊ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തെ ചർമ്മം ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. എന്റെ മുഖത്ത് അങ്ങനെ ചുളിവുകളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. 2 വയസ്സിന് ശേഷം എനിക്ക് ഇങ്ങനെ മുഖം നല്ല ചുളിവുകളില്ലാതെ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കും. ഇപ്പോഴും നമ്മളിൽ പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, മുഖത്ത് എണ്ണ മെഴുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ പോണ നേരത്തെ സോപ്പിട്ടൊന്നും കഴിയാതെ അങ്ങ് പോകും എന്ന് കരുതി നമ്മൾ സോപ്പിടും. നമ്മൾ ചെറുപ്പത്തിലൂടെ എങ്ങനെയാണ് ശീലിച്ചത്, നമ്മുടെ മുഖത്ത് എണ്ണ മെഴുക്ക പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അന്ന് സോപ്പിട്ട്. അങ്ങനെയല്ല, പലരും ഫേസ് വാഷ് പോലും ഉപയോഗിക്കാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിനുള്ള നേരവും ഇല്ല, ടൈമും ഇല്ല. അത് മേടിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ആരും തയ്യാറാകാറുമില്ല. നമ്മൾ പറയുകയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും 52 വയസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ എന്ത് എന്ന്. അങ്ങനെയല്ല, ഇപ്പൊ ഇതേപോലെ തന്നെ നല്ല ചുളിവുകളില്ലാതെ നല്ല രീതിയിൽ ചർമ്മം നമുക്ക് നിലനിർത്തിയാലാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. സൺസ്ക്രീനിനെ കുറിച്ച് തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് കേട്ടു തുടങ്ങിയത്. ഇപ്പൊ ഞാൻ കേട്ടു തുടങ്ങിയെങ്കിലും ഞാൻ വിചാരിച്ചു ഞാനൊന്നും അല്ലാതെ മുഖത്ത് ഇടുന്നത് ഇതിലുള്ള കോളേജിൽ പോണ പിള്ളേരൊക്കെ ആയിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പോകരുത്. അത് നമ്മൾ നമ്മൾ കുട എടുക്കാനും പേഴ്സ് എടുക്കാനും മൊബൈൽ എടുക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ഓർക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഓർത്തോളാം. നമ്മുടെ ബാഗിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഞാനൊരു വീഡിയോ അടുത്ത് കൊണ്ടുവരാം. ഞാൻ കൊണ്ടു നടക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്
എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഈ പ്രായത്തിൽ 50 വയസ്സിന് ശേഷം നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് നിങ്ങളുടെ മുഖത്തെ സ്കിൻ കെയർ ശ്രദ്ധിക്കണം. ഞാനിത് പുരട്ടി നോക്കിയപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കും. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞ ക്രീം ന്യൂട്രജീനയുടെ റെറ്റിനോൾ ആണ്. ഇങ്ങനെ ഒരു സിൽവർ പാക്കിലാണ് ഇത് വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പീനട്ടിന്റെ കപ്പലണ്ടി വലിപ്പത്തിലാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ടിന്ന് മേടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 8 മാസം വരെയെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിലൊരു നഷ്ടവും ഇല്ല. ഞാനും എന്റെ മോളും കൂടിയാണ് ഇതിപ്പോ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് ഇത് 8 മാസമൊന്നും നിൽക്കൂല. ഇപ്പൊ അതിന് മുമ്പ് ഏകദേശം തീർന്നു. മേടിച്ച ഉടനെ തന്നെ എനിക്കിത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ ഇത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അത് നല്ല റിസൾട്ട് ആണോ, അതല്ല നമ്മൾ വിചാരിച്ച അത്ര എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബോട്ടിൽ കണ്ടാലും അറിയാം അത് ഏകദേശം തീർന്ന്. അടുത്തത് ഞാൻ മേടിക്കാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് ഉപയോഗിച്ച് എന്റെ മുഖം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഉപയോഗത്തിലേക്ക് കടക്കാം. റെറ്റിനോളാണ്, രാത്രി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. റെറ്റിനോള് എങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്യണം കേട്ടോ. ഇത് മേടിച്ചതിന് ശേഷം നിങ്ങൾ പാച്ച് ടെസ്റ്റിംഗ് ചെയ്യണം. കാരണം അലർജി ഉള്ളവരാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. ചില ആളുകൾക്ക് അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ. ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ചെവിയുടെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഈ ഭാഗത്ത് ഇങ്ങനെ എവിടെയെങ്കിലും, അതുപോലെ കൈയിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും പുരട്ടി നോക്കിയിട്ട് നിങ്ങൾ കുറച്ചു നേരം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അലർജി വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകണം. നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് ആണോ അത് ഉപയോഗിച്ച് നിങ്ങൾ മുഖം കഴുകിയതിന് ശേഷം ഇത് ഒരു കപ്പലണ്ടി വലുപ്പത്തിൽ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. മുഖത്തിനും കഴുത്തിനും ഇത്രയും മതി. പാൽ ക്രീം കളറാണ് വരുന്നത്. ചെറിയൊരു സ്മെല്ലുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്. ഒരു പൂവിന്റെ മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൈയുടെ ബാക്കിലായിട്ട് ഇട്ട് കാണിക്കുകയാണ്. എണ്ണ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമാണ്. എമൗണ്ട് തന്നെ ഞാൻ മുഖത്തും കഴുത്തിലും കൂടെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഡെയിലി നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ഇടവിട്ട്. ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാനിത് മുഖത്ത് നൈറ്റ് അപ്ലൈ ഇടുന്നതെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ ബുധനാഴ്ച ചെയ്താൽ മതി. അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് ഈ ക്രീം പുരട്ടിയാൽ മതി. ഇങ്ങനെ ഇടവിട്ട് 7 ദിവസം നമ്മളിത് പുരട്ടുന്നത് കൊണ്ട് അതിന്റെ മാറ്റം നല്ല പോലെ നമ്മുടെ മുഖത്ത് അറിയാം. പ്രത്യേകം ഞാൻ പറയുന്നത് ഇത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ വേറെ വിറ്റാമിൻ സി അതുപോലുള്ള ക്രീമുകൾ അങ്ങനെ ഒന്നും നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് റെറ്റിനോളിന്റെ കൂടെ വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഇത് മാത്രം നമ്മൾ മുഖത്ത് പുരട്ടിയാൽ മതി. പിന്നെ ഇത് നമ്മൾ പുരട്ടുമ്പോൾ കണ്ണിന്റെ അടിയിലും പിന്നെ മൂക്കിന്റെ 2 സൈഡിലും പുരട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിന്റെ അടിയിലും മൂക്കിന്റെ സൈഡിലൊക്കെ വളരെ നേർത്ത സ്കിന്നാണ്. അപ്പൊ അവിടെ പുരട്ടേണ്ട ആവശ്യമില്ല. പിന്നെ റെറ്റിനോൾ പുരട്ടുമ്പോൾ പലർക്കും അലർജി റിയാക്ഷൻ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കമ്പനി അതില്ലാണ്ടിരിക്കാൻ വേണ്ടി കംഫർട്ട് കോംപ്ലക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൾക്ക് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട് ചിലത് പുരട്ടുമ്പോൾ. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് കമ്പനി ഇതിൽ കംഫർട്ട് കോംപ്ലക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാലും നിങ്ങൾ മേടിക്കുമ്പോൾ അത് പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇതെന്നല്ല ഏത് മേടിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇത് വളരെ നിർബന്ധമാണ്. കാരണം എല്ലാവരുടെ സ്കിന്ന് ഒരുപോലെ എല്ലാ അലർജിയുള്ള സ്കിന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിത് മേടിച്ചതുകൊണ്ട് എനിക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് അറിയാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എന്റെ മുഖത്തുണ്ടായിരുന്ന ഫൈൻ ലൈൻസ് ഏകദേശം എനിക്ക് പിന്നെ അടുത്തത് എന്റെ മുഖം വളരെ നല്ല രീതിയിൽ സോഫ്റ്റ് ആവുകയും ചെയ്തു. ഒരു ബേബി സ്കിന്ന് പോലെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. എന്റെ മുഖത്ത് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്റെ വീട് പണി നടക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ മുഖത്ത് ഒക്കെ ഒരുപാട് കരുവാളിപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ കരുവാളിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇത് പറ്റിയ പിന്നെ എനിക്കത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
നമ്മളിത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണല്ലോ നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ റിസൾട്ടുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ സബ്സ്ക്രൈബർ ചോദിക്കുകയും ചെയ്തു 50 വയസ്സിന് ശേഷമുള്ള ചുളിവുകൾ എങ്ങനെയാണ് മാറ്റിയത്, എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറയണേണ്, ഇത് ഉപയോഗിച്ചതിന് ശേഷം എപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലും, ഇപ്പോൾ കുറച്ച് ദൂരം അടുത്ത് അല്ലെങ്കിൽ നടക്കാൻ പോണു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷമേ പുറത്തേക്ക് ഇറങ്ങാവൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ റെറ്റിനോൾ ഉപയോഗിച്ചതിന് ശേഷം സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ അത് വിപരീത ഫലമേ ചെയ്യൂ. പ്രായത്തെ ചർമ്മത്തിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, എത്ര കുറച്ച് ദൂരത്തേക്കാണ് പോണെങ്കിൽ പോലും അത് വണ്ടിയിലാണെങ്കിലും ശരി, കാറിന്റെ ബസ്സിന് എന്തിലായാലും ശരി, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കുകയേ ചെയ്യരുത്. ഏകദേശം മുഖത്തെ ചുളിവുകൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ എന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പൊ പല വീട്ടമ്മമാരും, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരും, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും ഒക്കെ ഉണ്ടാവും. 55 വയസ്സ്, ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറെ ഉപകാരപ്പെടണം എന്ന് തന്നെ ഓർത്താണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയത്. പ്രൊഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് സത്യസന്ധമായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമല്ലേ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് മേടിച്ച് എന്റെ മുഖത്ത് നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും കൂടി ഇത് ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞേക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ സൺസ്ക്രീനിന്റെ കാര്യം എല്ലാം നിങ്ങൾ മറക്കാതെ ചെയ്യണം. പിന്നെ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകണം. ഇതൊന്നും മറക്കരുത്. നമ്മൾ മറ്റെല്ലാ തിരക്കുകൾ പോലെ തന്നെയും ഇതും നമുക്ക് ഒരു അത്യാവശ്യ കാര്യമാണ്, മറക്കരുത്. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ ചർമ്മം നിലനിർത്തി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ നമുക്ക് ഇരിക്കണം. നമ്മൾ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. നിങ്ങൾ എത്രയും വേഗം ഇത് മേടിക്കുക. പിന്നെ ഫേസ് വാഷ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ്, സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം ഉപയോഗിക്കണം, മറക്കരുത്. അടുത്ത ഒരു പ്രൊഡക്റ്റുമായിട്ട് അത് ഞാൻ ഉപയോഗിച്ച് അതിന് ശേഷം അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മേക്കപ്പ് ബോക്സ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ പ്രായത്തിൻ്റെതായ അസ്ഥിരതകൾ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ദൂരെ മാറ്റി നിർത്തിയിട്ട് നമുക്കും നല്ല ചുറുചുറുക്കോടെ നമുക്കും മുന്നോട്ട് പോകാം. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ മുഖത്തെ ചുളിവുകളും അതുപോലെ നല്ല പ്രസന്നമതിയായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും മനസ്സിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വിട്ട് കളയാതെ, കാരണം നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെയാണ് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്കും എനിക്ക് ഉപകാരപ്പെട്ട് കണ്ടാലാണ് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും ബൈ.